ഹലോ ഗൈസ്, അപ്പോൾ ഞാനാണ് നിങ്ങളുടെ ആതിര അമ്മൂണ്ണായിട്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വീടിൻ്റെ ബാക്കിൽ തന്നെയുള്ള പാടാണ് കേട്ടോ. അപ്പോൾ സാരിയിലാണ് ആദ്യം നമ്മൾ എടുക്കണത്. അപ്പോൾ അത് അമ്മയാണ് എടുത്ത് തന്നത് സാരിക്ക്. അപ്പോൾ അതിന് ശേഷം ചെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്, സാരിയെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും വിചാരിച്ചത്ര വെള്ളം ഉണ്ടായിരുന്നില്ല, കാരണം വെച്ചാൽ അത്ര ഹെവി റെയിൻ ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പാടം ഇതിനേക്കാൾ നന്നായി വെള്ളത്തിൽ മുങ്ങി കിടക്കണ പാടാണ്. അതുപോലെ തന്നെ തോട് മൊത്തം നല്ല വെള്ളമായിരിക്കും. പക്ഷേ ഇന്ന് തോട് വന്ന് നോക്കിയപ്പോൾ തീരെ വെള്ളം കുറവാണ്, അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് തോട്ടിലും ഇറങ്ങിയെടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ തോട് കണ്ടപ്പോൾ ഭയങ്കര ഷോക്കായിട്ട് തോന്നി. അപ്പോൾ ആ പാടത്ത് തന്നെ ഓടിക്കൊണ്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, റീലെടുക്കാനൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ സജി ചേട്ടൻ. കണ്ണൂരാണ് ഇപ്പോൾ സെറ്റിൽഡ്, എന്നാലും തൃശ്ശൂർ വരുമ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ 4 കൊല്ലത്തെ പരിചയമാണ്. അങ്ങനെ അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി, ഞാൻ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ലെങ്കിൽ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തോട്ടിലിറങ്ങിയിട്ടും നമ്മൾ വെറ്റായിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ കയറുന്ന വഴിയിൽ തന്നെ പശു വന്ന് കുത്താൻ നിൽക്കുകയാണ്. അപ്പോൾ കയറാൻ പറ്റാണ്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കുമ്പോൾ അവിടുത്തെ പുല്ലൊക്കെ പറിച്ച് പശുവിന് കാട്ടി കൊടുക്കുന്നുണ്ട് മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം നമ്മൾ വീട്ടിൽ പോയിട്ട് രണ്ടാമത്തെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ സെക്കൻഡ് മോഡലായിട്ടുള്ള അഞ്ജലി ചേച്ചിയും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ സജി ചേട്ടൻ ആൾക്ക് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞപ്പം ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ പറഞ്ഞു, തൃശ്ശൂർ ആയതുകൊണ്ട്. അപ്പോൾ ലൊക്കേഷൻ അയച്ചു കൊടുത്തപ്പോൾ ആളും ഹസ്ബൻഡും കൂടെ ഇങ്ങോട്ടേക്ക് വന്നു. വീണ്ടും അങ്ങോട്ടേക്ക് പാടത്തേക്ക് തന്നെയാണ് കേട്ടോ പോണത്. അപ്പോൾ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് രണ്ടാമത്തെ കോസ്റ്റ്യൂമിലും പാടത്ത് തന്നെ എടുക്കാനായിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ ഫോട്ടോഷൂട്ടിലും മെയിൻ സ്ഥലം എന്ന് പറയുന്നത്, സ്പോട്ട് എന്ന് പറയുന്നത് ഈ പാടം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഫോട്ടോസിലും വീഡിയോസിലും കാണണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ചേച്ചിയുടെ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഷൂട്ട് രണ്ടാമത്. അപ്പോൾ ഞാനിവിടെ പോസ്റ്റായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത് എൻ്റെ എടുക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ തോട്ടിൽ അലക്കുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസാണ് എൻ്റെ അടുത്തതായിരുന്നത് കലാപരിപാടി. ഇതാണ് സജി ചേട്ടൻ അവിടെ നല്ല രീതിക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ഫോട്ടോഗ്രാഫർ പോവാണ് ഗായ്സ്. ഇനി ഇവിടെ നിന്നാണ് മെയിൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ചക്കയാണിത്. അപ്പോൾ ചക്ക വീട്ടിൽ ഉണ്ടാവാറുണ്ട് എപ്പോഴും നന്നായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം കുറവാണ്, അപ്പോൾ ചക്ക ആവുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ തറവാടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ആ തറവാട്ടിൽ പോയിട്ട് അവിടുത്തെ ചക്കയാണ് ഇട്ടുകൊണ്ട് വന്ന് സജി ചേട്ടന് കൊടുത്തത്. അങ്ങനെ ആൾ ഹാപ്പിയായി. ആൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്യാനായിട്ട് അടുത്തുള്ള കുളം തന്നെയാണത്. തിരുകുണ്ട് എന്നാണ് കുളത്തിൻ്റെ പേര്. അപ്പം അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കയ്യിലുള്ളത് എൻ്റെ കസിൻ്റെ കുട്ടിയാണ്. അപ്പോൾ അവന് വെള്ളം കണ്ടപ്പോൾ ഇറങ്ങാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്, ചാടിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക്. അപ്പോൾ ഞാൻ പതുക്കെ എടുത്ത് അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എടുത്തതാ മെല്ലെ ഇറങ്ങാനായിട്ട് നോക്കി. അവിടെ സ്റ്റെപ്പ് കുറച്ചും കൂടെ ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഇവന് ഭയങ്കര ഇറങ്ങാനായിട്ടുള്ള മോഹം കൂടുതൽ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് നിന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റെപ്പുമ്പോൾ തന്നെ പേടിച്ചിട്ട് നിൽക്കുകയാണ്. പിന്നെ ഓൾറെഡി ഞാൻ നനഞ്ഞു കുളിച്ചതാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇനി വീണ്ടും ഇറങ്ങാനായിട്ട് എനിക്ക് ഭയങ്കര മടി. അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നു, കുറച്ച് നേരം കളിപ്പിച്ച്. അങ്ങനെ അവൻ തീരെ സമ്മതിക്കാണ്ടായപ്പോൾ അവൻ്റെ കാല് നിർത്തി ഞാൻ വെള്ളത്തിലേക്ക് മുക്കി. മുഴുവൻ മുക്കി കഴിഞ്ഞാൽ അവൻ്റെ അമ്മേനെ കൊല്ലുന്നത് കാരണം കാല് മാത്രം മുക്കിയെടുത്തു. അപ്പോൾ അവന് കുറച്ചും കൂടെ സന്തോഷമായി. അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള ടൈമായി തിരിച്ച്. അപ്പോൾ ഇത്രയുള്ള